6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ ഈ ലോകത്തിൽ ഇങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഉള്ള അവസരങ്ങളൊന്നും നമുക്കില്ല. അവരിപ്പോൾ ഒരാളൊരു കഥ പറഞ്ഞു തന്നാലും അതിനപ്പുറത്തേക്ക് വരാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മളൊരു കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മളിൽ എന്തോ പ്രത്യേകതകൾ നമ്മളും ഓപ്പോസിറ്റ് ജെൻഡേഴ്സും കൂടി നമ്മളെ ചില സ്ഥലത്ത് ഇൻക്ലൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളെ കുറിച്ച് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, കൺസേൺ ആവുന്നത്. കാരണം അത് എല്ലാ പ്രായത്തിലും ഉണ്ടാവുന്നതാണ്. നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തം ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റിയോ ആൻസൈറ്റിയും തുടങ്ങുന്നു, പ്രണയം തുടങ്ങുന്നു, അല്ലെങ്കിൽ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കൂട്ടുകൂടുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് പ്രശ്നമില്ലെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും നാട്ടുകാരിൽ ആർക്ക് വേണമെങ്കിലും തോന്നാവുന്ന ചില കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടും. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും നമ്മൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുകയോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് തോന്നുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാണ്. പക്ഷെ അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ഞങ്ങളോട് തീർക്കും, ഞങ്ങളുടെ വീട്ടുകാരോട് തീർക്കും, കരയും, വാശി പിടിക്കും, അപ്പോൾ സ്കൂളിൽ പോകണ്ടെന്ന് പറയും. അങ്ങനെയുള്ള കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ ആ പ്രായത്തിൽ അതേ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഉൾവലിയണോ പുറത്തേക്ക് ഇറങ്ങണോ എന്ന് തീരുമാനിക്കും. നാട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് അവരാർക്കും കാണിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് +2ലേക്കൊക്കെ വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് കുറെ ആൻസൈറ്റീസ് വരും. നമുക്ക് ഒരാളോട് പ്രണയം തോന്നിയാൽ അത് പറയാമോ? എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നമുക്കൊന്ന് ഉൾവലിയാം. കാരണം എല്ലാവരും കൂടുമ്പോൾ കുറച്ച് പേര് ഇൻക്ലൂസീവ് ആവും. ചില ആൾക്കാർ വളരെ പെട്ടെന്ന് അത് ഓക്കെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൈൻഡ് മോൾഡ് ചെയ്തത് ഞാൻ തനിയെ ആയിട്ട് വിഡ്രോ എവിടെ ചെയ്ത് പോന്നിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അൺകംഫർട്ടബിൾ ആയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് മാറി.